ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത. പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ്. സ്വർണ്ണപ്പാളിയുടെ പേരിൽ ബാംഗ്ലൂരുവിലും പണപ്പിരിവ് നടത്തി. കൂടുതൽ അന്വേഷണത്തിനായി ദേവസ്വം വിജിലൻസ് സംഘം ബാംഗ്ലൂരുവിലേക്ക് പോകും. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ ദുരൂഹതയിൽ തന്നെ നിലനിൽക്കുന്ന ഒരാളാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് സ്വർണ്ണ പീഠവുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തെളിയുന്നു സ്വർണ്ണപീഠം എന്ന് പറയുന്നത് ഇവിടെ സന്നിധാനത്ത് എത്തിച്ചിട്ടില്ല. ഈ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്താണ്? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പണപ്പിരിവ് നടത്തിയ ഒരു തട്ടിപ്പുകാരനാണ് ഈ പോറ്റി എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞു അന്വേഷണ സംഘം. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഏതായാലും അന്വേഷണ സംഘം ഉടൻ തന്നെ ബംഗളൂരുവിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. ഏതായാലും അന്വേഷണം പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ഉയർന്നു വരുന്ന വലിയ ദുരൂഹത തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള പണം ഇടപാട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവ് ശേഖരണത്തിന് കൂടിയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് പ്രാധാന്യം നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേത്രത്തില് ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെ അവിടെ എത്തുന്ന സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട അവിടെ VIP ദർശനത്തിനൊക്കെ എത്തുന്നവരിൽ നിന്നും പ്രധാനമായും ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പണപ്പിരിവ് നടത്തുക, അത് ദുരുപയോഗിക്കുക എന്നുള്ളൊരു രീതിയിലുള്ളൊരു സമീപനം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കേരളത്തിലില്ല, ബംഗളൂരുവിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അടക്കം അടിയന്തരമായി തന്നെ കടക്കുവാനാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണം അതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് നിലവിൽ അതിന്റെ സ്പോൺസർ കൂടിയായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. അത് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് പക്ഷേ ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് പ്രദർശിപ്പിച്ചു എന്നുള്ളൊരു വിവരം ഈ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അത് അവിടെയുള്ളവരിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇതിനകം തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം 2 മറ്റ് വ്യവസായികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യവസായികൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ബലപ്പെടുത്തി മുന്നോട്ട് അതോടൊപ്പം തന്നെ എത്രയും വേഗത്തിൽ ബംഗളൂരുവിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നതിലേക്ക് കൂടിയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കടക്കാൻ പോകുന്നത്. ഷീജ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ള ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ ഈ ശബരിമലയിലെ ഇത്തരം സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ബന്ധമുണ്ടായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അയാളുടെ വ്യവസായം എന്താണ്, എവിടുത്തുകാരനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ വിജിലൻസ് സംഘം അന്വേഷിക്കുന്നുണ്ടാകുമല്ലോ. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഇതുമായി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ചിത്രം അത് ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷീജ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോറ്റി ഒരു ചെറിയ മീനല്ല. പോറ്റിയെ പോലെ നിരവധി പേർ ഈ സ്പോൺസർഷിപ്പിന്റെ പേരിൽ അവിടെ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് ബോധ്യപ്പെടാൻ കഴിയുന്നത്. ഈ സ്പോൺസർ സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള നിരവധി അയ്യപ്പ ഭക്തരുണ്ട്, അവരൊക്കെ സ്പോൺസർഷിപ്പ് നടത്താറുമുണ്ട്. ഈ സ്പോൺസർഷിപ്പിന് ഇടനിലക്കാരായി നിൽക്കുന്ന ചിലരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. പോലും വലിയ തട്ടിപ്പുകൾ നടത്തുന്ന ഒരു സംഘമാണ്. ഈ പലയിടത്തും ആളുകളെ ഭക്തരെ പറ്റിച്ച് പണം വാങ്ങിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങുമ്പോൾ വലിയൊരു തട്ടിപ്പ് സംഘത്തെ കൂടി പിടികൂടാൻ കഴിഞ്ഞേക്കും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദേവസ്വത്തിന്റെ ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിന്ന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഈ തെറ്റായിട്ടുള്ള പ്രവണതകൾ, അതോടൊപ്പം തന്നെ അനധികൃത പണപ്പിരിവ്, ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾക്കുള്ളൊരു ഉത്തരം കൂടിയായിരിക്കും ഈ ഒരു അന്വേഷണത്തിന്റെ അവസാനത്തിൽ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ വിഷയത്തിൽ സ്വർണ്ണപ്പാളി കാണുവാനില്ല എന്നുള്ളൊരു വിഷയം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഉള്ള കുഴിക്കുകയായിരുന്നു എന്നത്
തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് തന്നിലേക്ക് തന്നെ എത്തും എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ അത് അവിടെ നിന്നും മാറ്റുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ അത് കണ്ടെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അവിടെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ അതെല്ലാം തന്നെ വിജിലൻസ് ഇപ്പോൾ സമഗ്രമായി പരിശോധിക്കുക കൂടിയാണ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.